CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ചയാകും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ നടക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല സാഹചര്യമെന്നും CPIM-നെ സംബന്ധിച്ചിട്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും PV അൻവർ അടഞ്ഞ അധ്യായമാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. PV അൻവർ എന്നത് CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അടഞ്ഞ അധ്യായമാണ്. ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഒരു പ്രശ്നവുമല്ല. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കാര്യത്തില്ല. നിലമ്പൂർ സീറ്റ് CPM-ന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-ന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. അവിടെ ചിലപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും. അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് കൂടിയാലോചിച്ചാണ് അത് കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത് തികച്ചും CPM-ന്റെ സീറ്റാണിത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്തി ആണ് CPM സ്ഥാനാർത്ഥിയെ സാധാരണ മുമ്പും പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ചരിത്രം കേരളത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഒരു വിഷയമല്ല. അത് ഏത് സന്ദർഭത്തിലും തീരുമാനമുണ്ടാവും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, CPIM പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യത്തെ യോഗമാണ്. യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ആദ്യതലം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പും കൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇനി ആരാണ് ചുമതല ഏൽക്കുക എന്ന ഈ രണ്ട് കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നൊരുക്കങ്ങൾ അടക്കം തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത്. ഏത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണം, അല്ലെങ്കിൽ ആര് നിലമ്പൂരിൽ മത്സരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമടക്കം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും CPM ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. കാരണം പ്രധാനമായും ഈ നേതാക്കളടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലമ്പൂരിൽ ഏത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇടതുപക്ഷം തന്നെ നിലമ്പൂരിൽ വിജയിക്കുമെന്നാണ് ഈ നേതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അത്രത്തോളം ഉറച്ച ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളടക്കമുള്ളത്. എന്നിരുന്നാൽ കൂടി UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമേ ഇടതു മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനടക്കം ഒരു സാധ്യതയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക. കൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിനെ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആര് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകും എന്നൊരു കാര്യത്തിലും ഇന്ന് ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവാണോ, അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവാണോ, അല്ലെങ്കിൽ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥനാണോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ആതിര. ശരി, വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.